മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിൽ തെലുഗു നടൻ വിജയ് ദേവരകൊണ്ട ഇ.ഡി. ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിജയ് ദേവരകൊണ്ടയ്ക്ക് നേരത്തെ ഇ.ഡി. നോട്ടീസ് നൽകിയിരുന്നു. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇ.ഡിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വന്നത് എങ്ങനെയാണ്? നടന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? രതീഷ്, ഈ അനധികൃത ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് തെളിഞ്ഞതുകൊണ്ട് നിരവധി സിനിമാ താരങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, ഇവർക്കെതിരെയൊക്കെ കേസ് ഇ.ഡി. രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഓരോരുത്തരെയായിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിന് അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ പ്രകാശ് രാജിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ഇപ്പോൾ സൂപ്പർ താരമായിട്ടുള്ള വിജയ് ദേവരകൊണ്ടയെ കൂടി ഇഡിക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഈ അനധികൃത ബെറ്റിംഗ് ആപ്പുകൾ വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 29ഓളം തെലുഗു, കന്നഡ താരങ്ങൾ, അതുപോലെ തന്നെ യൂട്യൂബർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയൊക്കെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഏതായാലും നടപടികളുമായി മുന്നോട്ട് പോകുന്നു. വിജയ് ദേവരകൊണ്ടയുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും അദ്ദേഹത്തെ ഇഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയ് ദേവരകൊണ്ടയെ ഇഡി ചോദ്യം ചെയ്യുന്നു. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ചോദ്യം ചെയ്യൽ നടപടി. കെ.ബി. ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്.